ചേച്ചി കടുവക്കുട്ടിനെ പോലും ടൈം ആവാനായി പേടിയാ നമ്മുടെ കൊച്ചിക്കാരനുണ്ട് അടിപൊളി പേടിപ്പിച്ചു കളഞ്ഞില്ലേ. ഏതായാലും ഗായത്രി ചേച്ചിയുടെ ഒരു സീൻ ചെയ്യണമെന്ന് വളരെ ആദ്യം ആഗ്രഹം ഓർമ്മിച്ചു. ഏതായാലും ഗായത്രി ചേച്ചിയുടെ ഒരു നല്ലൊരു വേഷം കോമ്പറ്റീഷൻ ഉണ്ടായില്ല. പുള്ളിക്കാരുടെ പടത്തിലേക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ഇത് നമ്മുടെ ഡയറക്ടർ വിനയ്. ഗായത്രി ചേച്ചി ഇതിലെ വരുന്ന പെട്ടെന്ന് ഇവിടെ ഷോ ആണ് വെറുതെ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട്. ആ പിന്നല്ല, നിങ്ങൾ എത്ര നേരമായി വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഷോക്ക് തുടങ്ങി. അതെ, എവിടെ നിന്ന് വരുന്നത്? തൃശ്ശൂർന്നാണോ വരുന്നേ? ഈ കോസ്റ്റ്യൂം ഓർമ്മയില്ല, ഞാൻ തന്നെ വായിച്ചതാണ് അല്ലേ? സർപ്രൈസ് ആയിട്ട് കയറി പോവാ അല്ലേ? അതല്ലേ നല്ലത്. സർപ്രൈസ് ആയിട്ട് കയറി പോവാ. എല്ലാരും അത്ഭുതപ്പെടും ചേച്ചിനെ കാണുമ്പോ. പിന്നെ പെട്ടെന്ന് പ്രേതം ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അയ്യോ. എപ്പോഴും വെറൈറ്റി. നിങ്ങളെ ഒന്ന് ഇതാക്കുക എന്നുള്ളതാണ് എന്റെ ഓക്കെ. അടിയോ That's like a big thing. Big thing for us. മധുരമീ ജീവിതം അനൗൺസ് ചെയ്താ കഴിഞ്ഞു. ഷൂട്ട് ചെയ്തു. നല്ല സുന്ദരിയായിരിക്കും. നമ്മുടെ ഷോ നാളെ നമ്മുടെ ഷോ നാളെ ചെന്നൈ അതുപോലെ ബാംഗ്ലൂരിലേക്കൊക്കെ വൈഡായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നാളെ നല്ല ഷോസ് ഉണ്ട്. കേരളത്തിലൊന്നും ഇല്ലാത്ത ചില തിയേറ്ററിൽ നിന്ന് മാറ്റി നമ്മൾ കൂടി കാരണം നമുക്ക് ക്രൗഡ് നമുക്ക് അതിനകത്ത് ബന്ധപ്പെട്ടാലുള്ള സ്ഥലത്ത് കൂടുതൽ നോക്കുന്നത്. പേയ്മെന്റ് കൊടുത്തും ടിക്കറ്റ് എടുത്തു കൊടുത്തും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് മാക്സിമം. ഗായത്രി ആദ്യം സിനിമ കണ്ടിരുന്നപ്പോ എങ്ങനെ റിയാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു പ്രേക്ഷകരുടെ? നിങ്ങൾ പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ എനിക്കൊരു ടെൻഷനായിരുന്നു, ഇനി ഒന്നുകൂടി ഒന്ന് ഇരുന്ന് കാണണം എനിക്ക് മാത്രമായിട്ട്. ഫ്ലാഷ്